ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു കുറച്ച് സമയം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ഫ്രൂട്ട് സലാഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങണ്ടേ, അതിനാണ് കേട്ടോ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കടേൻ്റെ പുറത്താണെങ്കിൽ ഐസ്ക്രീം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ പോയി തുറന്ന്, അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കാത്ത ഏതെങ്കിലും ഐസ്ക്രീം ഇതിലുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ അത് കഴിക്കാത്തതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഐസ്ക്രീംസൊക്കെ ഞാൻ കഴിച്ചു തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നോക്കി അപ്പുറത്തെ സെക്ഷൻ തുറന്നു കേട്ടോ, നമ്മളുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ വാനിലയുടെ ഈ ഒരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ പോലത്തെ ഒരു കടയായിരുന്നേ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ നോക്കുന്ന അവിടെ ഒരു ചിയാ സീഡിൻ്റെ ഒരു പാക്കറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കണോ വേണ്ടേ എന്നിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടുണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ വേണ്ട, അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിട്ടാണ്. എന്നിട്ട് പോയപ്പാടെ ഈ ഐസ്ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കുറച്ച് കൂളറും കൂടി അങ്ങ് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് ഫുള്ളായിട്ട് പുറത്ത് പോകുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സായിട്ട് അധികം ഫ്രൂട്ട്സൊന്നും ഇല്ല കേട്ടോ. 2 ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ ലാസ്റ്റിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഈ ആപ്പിളും മുന്തിരിയൊക്കെ ജസ്റ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ കുറേ പൈസ ഒക്കെ കൊടുത്തിട്ട് വാങ്ങുന്നതിനേക്കാളും നമുക്കിപ്പോൾ കുറച്ച് വലിയ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കഴിക്കുന്നതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ. പിന്നെ ഐസ്ക്രീമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിതുവരെ ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ അതും കൂടി എപ്പോഴെങ്കിലും ഒന്ന് ഐസ്ക്രീമും കൂടി ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാ ഇപ്പോൾ ഈ ആപ്പിളൊക്കെ ഞാൻ മുറിക്കുന്നുണ്ട്. ഈ കത്തിക്കാണെങ്കിൽ നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നുള്ളത്. ഇതാണെങ്കിൽ പുതിയൊരു കത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ഞാൻ ആപ്പിളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ആപ്പിളൊക്കെ ഇവിടെ നല്ല രീതിയിൽ മുറിച്ച് വരുന്നുണ്ട്. പിന്നെ മുന്തിരിയും ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരി ആണെങ്കിൽ ചെറിയ ചെറിയ ഇതാക്കി ഞാൻ ഓരോന്ന് അതങ്ങ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിനാണ് കേട്ടോ കുറച്ചും കൂടി സമയം എടുക്കുന്നത്. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് അത് വൃത്തിയാക്കി പിന്നെ കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് കൂളറങ്ങ് കൂട്ടി കൊടുത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ കട്ടയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ തുറന്ന് ഇതിലേക്ക് ഞാനങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പുറത്ത് പോയിട്ട് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയല്ലേ നമ്മളുടെ ഒരു സന്തോഷം. അങ്ങനെ ഇത് ഐസ്ക്രീമിൻ്റെ കവറൊന്ന് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടയായിട്ടാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഇത് മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ കത്തി വെച്ചിട്ടിത് ഞാനങ്ങ് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുറിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാനിതാ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് മുറിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ പകുതി ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത്
ചിലപ്പോൾ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താവും അലിഞ്ഞങ്ങ് പോവും. അപ്പോൾ അതോർത്തിട്ട് ഞാൻ ഫുള്ള് ഇതിലിട്ട് കൊടുത്തിട്ട് ഇനി ഫുള്ള് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മിക്സാക്കി കൊടുക്കുന്ന മുന്നേ ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ അങ്ങ് വായിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു, ആ ഫ്രൂട്ട്സും പിന്നെ ഐസ്ക്രീമും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് സമയം എടുത്തു. എന്താണെന്ന് വെച്ചാൽ പാത്രം ചെറുതായിരുന്നു, പിന്നെ ഐസ്ക്രീം കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോഴത്തേക്ക് ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഐസ്ക്രീമും ഞാനാണെങ്കിൽ ഫുള്ള് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താവും, ജസ്റ്റ് ഐസ്ക്രീം ഒന്ന് ജസ്റ്റ് ലൂസായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ലൈക്ക് മുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു അലങ്കാരത്തിന്. ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരിയും കൂടി ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനേന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.